ആ കട്ടിലിൽ നിന്ന് കണ്ടല്ലോ, ആ കട്ടിലിൽ നിന്ന് എന്തോരം പൊക്കത്തിലാണ് ആ ഫാൻ. ഇനി ആ പൈതല്, അതും ഈ പ്രായമുള്ള പൈതല് എന്തെങ്കിലുമൊക്കെ ടേബിളൊക്കെ അവിടെ എടുത്ത് വെച്ച് അതിന്റെ പുറത്തൊക്കെ കയറി നിന്ന്. കാരണം അമ്മ ഇങ്ങനെ പോയതിനു ശേഷം അപ്പച്ചിയുടെ അടുത്ത് പറഞ്ഞു ഒരു മുട്ട പൊരിച്ചു. നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെ പറയുന്നു, മരണം അറിഞ്ഞു പോയപ്പം പറയാണ് മുട്ട പൊരിച്ചു കൊടുക്കാൻ പറഞ്ഞു. മുട്ടയും പൊരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് വീണ്ടും ഒരു മരണം, അതും ഒരു പൈതൽ തൂങ്ങി മരിച്ചു എന്ന്. സത്യം പറഞ്ഞ ഇന്നലെ ഈ ഒരു വാർത്ത ഞാൻ ആദ്യമേ ഒരു ന്യൂസ് ചാനൽ വഴി കേട്ടപ്പോൾ ലിറ്ററലി ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഏകദേശം ഈ പ്രായം എനിക്ക് നമ്പർ ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ വേറൊരു കാര്യം കൂടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞേക്കാം. നമുക്കൊരു ലിമിറ്റ് വെച്ചിട്ടേ പല കാര്യങ്ങളും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ പ്രായമുള്ള ഒരാളാണ് അതിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ലിമിറ്റ് വെച്ച് സംസാരിക്കാൻ പറ്റൂ. നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. എന്നിരുന്നാൽ പോലും എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് സംസാരിക്കണമെന്ന് തോന്നി. ആദ്യമേ ഇന്നലെ ഈ വാർത്ത ഞാൻ കേട്ട് ഞാൻ ആ ഞെട്ടിയ സമയത്ത് പ്രത്യേകിച്ചൊന്നും എനിക്കിനകത്ത് സംശയം തോന്നിയില്ല. വാർത്താ ചാനലുകൾ വഴി കേട്ടതുപോലെ. എന്നാൽ ഞാൻ കംപ്ലീറ്റ് വിശ്വസിച്ചില്ല. അപ്പോഴും എനിക്ക് തോന്നി, ഈ പ്രായമുള്ള ഒരു പൈതൽ എങ്ങനെ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. എന്നിട്ടും പ്രത്യേകിച്ച് നമുക്ക് സംശയിക്കേണ്ട കാര്യങ്ങളോ ഒന്നും ആ ഒരു സമയത്ത് വാർത്താ ചാനൽ വഴി വന്ന അല്ലെങ്കിൽ കേട്ട വാർത്തയിൽ നിന്ന് എനിക്കൊന്നും തോന്നിയില്ല. എന്നാൽ ഇന്നലെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു വാർത്ത ഞാൻ കേട്ടു. അതിൽ എനിക്ക് കുറച്ച് സംശയങ്ങൾ തോന്നി. ആ സംശയങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു കേസ് അന്വേഷിക്കുന്ന പോലീസുകാർ വല്ലതും അറിഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന കാര്യം അവർക്ക് ശരിയാണെന്ന് തോന്നിയാൽ അവർ അതുവഴി ആ ഒരു രീതിയിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു കാര്യമല്ലേ. ആ ഒരു പൈതലിന് നീതി കിട്ടില്ലേ എന്നാലോചിച്ചിട്ടാണ് ഞാൻ ഇനിയിപ്പോൾ എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഈ ഒരു വീഡിയോ ചെയ്യാനിരിക്കുന്നത്. പ്രശ്നമൊന്നും വരല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നാലും കാരണം ഓൾറെഡി എൻ്റെ ചാനലിൽ ഒരു പണി കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ എൻ്റെ സ്ഥിരം വ്യൂവേഴ്സ് ആണെങ്കിൽ നോക്കിയാൽ അറിയാം, വ്യൂസ് ഒന്നും കുറച്ച് ദിവസമായിട്ട്, ഒരു 6-7 ദിവസമായിട്ടില്ല, ഒരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട്. അത് അധികം വൈകാതെ മാറും. പക്ഷേ അതുവരെ നിങ്ങൾ നല്ല കട്ടയ്ക്ക് തന്നെ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളൊക്കെ ആണെങ്കിൽ പറ്റുമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സഹായിക്കുക. ഇനി നമുക്ക് വിഷയത്തിലേക്ക് പോകാം. അതായത് ഈ ഒരു പൈതൽ ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളൊരു സാധനം ഇന്നലെ ഫസ്റ്റ് ഒരു ന്യൂസ് ചാനൽ വഴി ഞാൻ കേട്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് മൈൻഡിൽ പോയത്, എങ്ങനെ ഈ പ്രായത്തിലുള്ള ഒരു പൈതലിന് ഒരു ഫാനിൽ കുരുക്കിട്ട്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ, അങ്ങനെ പറ്റുമോ? പിന്നെ കാരണങ്ങൾ പറയുന്നു. പോലീസുകാർ ഇന്നലെ ആദ്യമേ കാരണം പറഞ്ഞത്, അതിൻ്റെ അമ്മ എന്തോ വഴക്ക് പറഞ്ഞു, അവർ പുറത്തേക്ക് പോയപ്പം ഈ പൈതലിനെ കൊണ്ടുപോയില്ല, അതിൻ്റെ പേരിൽ വഴക്കിട്ടിട്ടാണ് ഇത് ചെയ്തതെന്നാണ് ഫസ്റ്റ് ഞാൻ ഇന്നലെ ഒരു വാർത്ത കേട്ടപ്പോഴത്തേക്ക് അതിനകത്തൊന്നും അറിയാൻ സാധിച്ചത്. എന്നാൽ കുറച്ച് കഴിഞ്ഞെന്നല്ല, വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞാനൊരു വാർത്ത കണ്ടു. ഞാൻ ഒരുപാട് വീഡിയോ ക്ലിപ്പൊന്നും ഇവിടെ കാണിക്കുന്നില്ല. പ്രധാനപ്പെട്ടൊരു ക്ലിപ്പ്, നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു ക്ലിപ്പ്, അതിനകത്തെ പ്രധാനപ്പെട്ട ഒരു പോർഷൻ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. നിങ്ങളത് വിശദമായിട്ടെന്നല്ല, നല്ല ശ്രദ്ധയോടുകൂടി ഒന്ന് കേൾക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഉൾക്കൊള്ളാം. അതെ, അവർ എന്തേലും വടക്ക് പറയും അങ്ങനെ എന്തെങ്കിലും കാര്യം അറിഞ്ഞിട്ടില്ല. കാരണം അവൾ അമ്മ അവിടെ ഇല്ല, അവൾ തയ്യക്കാരിയാണ്. എന്തോ തച്ച തുണി എന്തോ കൊണ്ട് കൊടുക്കാൻ പോയി എന്നാണ് അറിയണത്. ആദ്യം കണ്ടതാരാണ്? അങ്ങനെ എന്തെങ്കിലും അങ്ങനെ കണ്ട അവൾ അപ്പച്ചിയാണ്. കാരണം അമ്മ ഇങ്ങനെ പോയതിനു ശേഷം അപ്പച്ചിയുടെ അടുത്ത് പറഞ്ഞു ഒരു മുട്ട പൊരിച്ചു. നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെ പറയുന്നു, മരണം അറിഞ്ഞു പോയപ്പം പറയാണ് മുട്ട പൊരിച്ചു കൊടുക്കാൻ പറഞ്ഞു. മുട്ടയും പൊരിച്ചു കൊണ്ടുവന്നു. അപ്പൊ ഇങ്ങനെ ഡോർ, അപ്പൊ എപ്പോഴും ആ ഡോർ അടച്ചിടും. കാരണം ഈ 1.5 വയസ്സായ കൊച്ചു പുറത്ത് ചാടുമായിട്ട് അവർ ഡോർ അടച്ചിടും. അപ്പൊ ജന്നൽ, ആ പുറത്തുള്ള ജന്നൽ തുറന്നിട്ടിരിക്കും. കാരണം ആരെങ്കിലും വിളിക്കാനും ചെയ്യണമെങ്കിൽ ജന്നൽ വഴിയാണ് ഞങ്ങൾ വിളിച്ചിരുന്നാൽ ആ വഴിയാണ് വിളിയാക്കുന്നത്. അങ്ങനെ അപ്പൊ ഈ കൊച്ചു ഇങ്ങനെ പുറത്ത് വരും എന്നുള്ളത് കൊണ്ട് ആ ഡോർ അടച്ചിട്ട്, അങ്ങനെ ഇവിടെ പോയി തട്ടിയപ്പോഴത്തേക്ക് ഡോർ അടച്ചിട്ടിങ്ങനെ ജന്നൽ വഴി വന്നപ്പോഴാണ് ഇങ്ങനെ കുഞ്ഞ് തൂങ്ങി നിൽക്കുന്നത്. അപ്പം നിങ്ങൾ കേട്ടല്ലോ, ആ വീട്ടിൽ 2 പൈതങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ഇപ്പോൾ ഈ മരണപ്പെട്ട ആ ഒരു പൈതലിനെക്കാട്ടിലും ഇളയ ഒരാളാണ്. അയാൾ പുറത്ത് പോകും, അല്ലെങ്കിൽ അയാളെ വീട്ടിൽ നിന്ന് ചാടി, തീരപ്പൊടിയാണല്ലോ, അപ്പോൾ വീട്ടിൽ നിന്ന് ചാടി പോകുമെന്ന് വിചാരിച്ചിട്ട് അവർ കഥയൊക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ആ വീട്ടിലെ ഈ പൈതലിൻ്റെ അമ്മ തുണിയൊക്കെ തയ്ക്കുന്ന ഒരു സ്ത്രീയാണ്. അവർ തയ്ച്ച തുണി തിരിച്ചു ആർക്കോ കൊണ്ട് കൊടുക്കാൻ പോയ സമയത്ത് ഈ കുട്ടി ഈ പരിപാടി കാണിച്ചതെന്നാണ് പറയുന്നത്. പക്ഷെ ആ സമയത്ത് ആ വീട്ടിൽ വേറൊരാൾ ഉണ്ടായിരുന്നു. കേട്ടല്ലോ, ആ കുട്ടിയുടെ ബന്ധു ഉണ്ടായിരുന്നു ആ വീട്ടിൽ. ആ ബന്ധുവിനെ ചോദ്യം ചെയ്തോ? അവരെ പിടിച്ചൊന്ന് കൊടയണ്ടേ? അതാണ് എൻ്റെ ചോദ്യം. ആദ്യത്തെ ചോദ്യം അതാണ്. അവരെ പിടിച്ചൊന്ന് കൊടയണ്ടേ? കാരണം ആ വീട്ടിൽ ആകെ ഉണ്ടായിരുന്നത് ആ സ്ത്രീയാണ്. അപ്പൊ അവർക്കൊന്നും അറിയില്ല, അവര് മുട്ട പറക്കാൻ പോയിരിക്കുമായിരുന്നു. അപ്പത്തേക്ക് തിരിച്ചു വന്നപ്പോഴാണ് ഇത് കണ്ടതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണു അടച്ചത് എനിക്ക് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളിൽ എത്ര പേര് അത് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് അങ്ങനെ
അങ്ങനെ അങ്ങോട്ട് ഈസി ആയിട്ട് അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ഒരുപാട് വാർത്തകൾ ഇന്ന് കാണുന്നുണ്ട്. സ്വന്തം അച്ഛൻ മകനെ അല്ലെങ്കിൽ മകളെ, സ്വന്തം അമ്മ മകനെ അല്ലെങ്കിൽ മകളെ, ഇല്ലെങ്കിൽ സ്വന്തം, എന്തിനധികം പറയുന്നു, ഈ അടുത്ത് നമ്മൾ കണ്ടല്ലോ ഒരു പാവം പൈതലിന്റെ കൊച്ചച്ഛൻ അതിനോട് ചെയ്ത ക്രൂരതകൾ. മറന്നില്ലല്ലോ നിങ്ങളാരും. ഞാൻ മറന്നിട്ടില്ല. ഞാൻ ഓൾറെഡി ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്ത ഒരാളാണ്. ഞാൻ മറക്കില്ല അതൊന്നും പെട്ടെന്ന്. അങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് വൃത്തികെട്ട മനുഷ്യന്മാരെ നമ്മൾ ഈ അടുത്തായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംശയിക്കണം. അപ്പച്ചിയാണെങ്കിലും ശരി, കൊച്ചച്ചിയാണെങ്കിലും ശരി, വല്യമ്മനാണെങ്കിലും ശരി, ഏത് മന്നനാണെങ്കിലും ശരി, ആ വീട്ടിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത് അയാളെ പിടിച്ചൊന്ന് കുടയണം. അപ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും അവരെന്തെങ്കിലും ചെയ്തോ ഇതിനോട്, ഇല്ലെങ്കിൽ പുറത്തുനിന്ന് വേറെ ആരെങ്കിലും വന്നോ എന്നും അറിയാൻ സാധിക്കും. കാരണം ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫോട്ടോ കാണിക്കാവേ. ആ ഒരു റൂമിൽ, ആ ഒരു പാവം പൈതൽ ആ പരിപാടി ചെയ്ത ആ ഒരു റൂമിൻ്റെ ഫോട്ടോയാണ്. ആ കട്ടിലിൽ നിന്ന് കണ്ടല്ലോ, ആ കട്ടിലിൽ നിന്ന് എന്തോരം പൊക്കത്തിലാണ് ആ ഫാൻ. ഇനി ആ പൈതൽ, അതും ഈ പ്രായമുള്ള പൈതൽ എന്തെങ്കിലുമൊക്കെ ടേബിളൊക്കെ അവിടെ എടുത്ത് വെച്ച് അതിൻ്റെ പുറത്തൊക്കെ കയറി നിന്ന്, എന്നാലും അതങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിച്ച് എനിക്കങ്ങോട്ട് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല. എന്തോ ഒരു ദുരൂഹതയുണ്ട്. എന്തോ എന്നല്ല, ഉണ്ട്, നല്ല ദുരൂഹതയുണ്ട്. കാരണം നല്ലൊരു കുരുക്കിടുക, നല്ല അതൊക്കെ എനിക്കതങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ പ്രായമുള്ള ഒരാൾക്ക് അത് പറ്റില്ല. നിങ്ങൾ പറ. ഞാൻ എൻ്റെ ഒരു സംശയം ഞാൻ നിങ്ങളോടാണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ പറ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? ആ ഒരു പൈതൽ, ഇതാ ഈ പ്രായമുള്ള പൈതൽ, അതിൻ്റെ അമ്മ അതിനെ കൊണ്ടുപോകാതെ പുറത്ത് പോയതിൻ്റെ പേരിൽ ഇത് ചെയ്യുമോ? പിള്ളേരുടെ മനസ്സാണ്. ഇന്ന് പിള്ളേരെ ഒന്നും നമുക്ക് ഒരുപാട് അടിക്കാനോ വഴക്ക് പറയാനോ ഒന്നും പറ്റത്തില്ല. എന്തിനാ, പിണങ്ങിയാൽ പോലും ഇങ്ങനെയുള്ള പല പരിപാടികളും കാണിക്കും. പക്ഷേ ഈ പൈതൽ അങ്ങനെ ചെയ്തു എന്ന് എന്തോ എൻ്റെ ഒരു ഇൻറ്റ്യൂഷനാണ്, എനിക്ക് തോന്നുന്നില്ല. കാരണം ആ വീട്ടിൽ വേറെ ആളുണ്ടായിരുന്നു. പിന്നെ ഞാൻ നിങ്ങളെ ഫോട്ടോ കാണിച്ചല്ലോ ആ ഒരു റൂമിൻ്റെ. എന്ത് ഹൈറ്റിലാണ് ആ ഫാൻ! അതും ഈ പ്രായമുള്ളൊരു പറ്റുമോ? ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. പോലീസുകാർ പ്ലീസ് പറ്റുമെങ്കിൽ ആ വീട്ടിലുണ്ടായിരുന്ന ആ ഒരു ചേച്ചിയെ പിടിച്ചൊന്ന് കൊടയുക. അതാണ് ആദ്യമേ ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ പറയുന്നത്. കാണുന്ന നിങ്ങൾ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഈ സമയത്ത് വേണം നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ. എൻ്റെ ചാനൽ നല്ല രീതിയിൽ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഹെൽപ്പ് ചെയ്യുക. കുറച്ച് ദിവസം കൂടെ എടുക്കും എൻ്റെ ചാനൽ ഒന്ന് അപ്പായി വരാൻ. അതുവരെ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ. അതിന് ശേഷവും വേണം, ഇപ്പോൾ കുറച്ച് കൂടുതൽ വേണം.